രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ സൈനികരുടെ സ്മരണയിൽ കാർഗിൽ വിജയ് ദിവസ്. ഭാരതത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നതിനായി അസാധാരണമായ ധൈര്യവും പ്രതിബദ്ധതയും കാണിച്ച ധീര ജവാന്മാർക്ക് നമ്മുടെ രാഷ്ട്രം നന്ദി പ്രകടിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കൂടാതെ കൂടുതൽ സാഹസത്തിന് മുതിരരുതെന്നും ഭാരതം പൂർണ്ണ സജ്ജമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ സൈനികർ കാണിച്ച വീര്യം എന്നും ദേശീയ അഭിമാനത്തിന്റെ ഉറവിടമായി നിലനിൽക്കുമെന്നും അവരുടെ അചഞ്ചലമായ ദേശസ്നേഹവും കടമയോടുള്ള ഭക്തിയും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കാർഗിൽ ഭാരതത്തിന്റെ ധീരതയുടെ പോരാട്ടമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ ഭാരതത്തിൻ്റെ പോസ്റ്റുകളിലേക്ക് അയച്ചു. എന്നാൽ ഭാരതസേന കാർഗിലിൽ വീറോടെ പോരാടി. താപനില -40 കൊടും ശൈത്യത്തിൽ വീറുറ്റ പോരാട്ടം ഭാരതസേന കാഴ്ചവെച്ചു. കാലാവസ്ഥ മാത്രമല്ല, ലോകത്തെ ഏറ്റവും ദുർഘടമായ യുദ്ധഭൂമി കൂടിയാണിതെന്ന് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഓർമ്മ ഭാരതം ഉള്ളിടത്തോളം കാലം ഉണ്ടാകുമെന്നും പുതിയ തലമുറയ്ക്ക് ഊർജവും പോരാട്ടവീര്യവും പകരുമെന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജവാന്മാർ വീരമൃത്യു വരിച്ചുവെന്നും നമ്മുടെ ഭൂമി കാത്തവരാണ് അവരെന്നും ശത്രുവിനെ തുരത്തിയെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും ഭാരതം ഭീകരർക്ക് മറുപടി നൽകിയെന്നും പറഞ്ഞ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ സാഹസത്തിന് മുതിരരുത്, ഭാരതം പൂർണ്ണ സജ്ജമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്നും പാകിസ്ഥാന് ഭാരതവുമായി ചർച്ച വേണമെന്നുണ്ടേൽ പാക് അധീന ജമ്മു കാശ്മീരാണ് ചർച്ച ചെയ്യാനുള്ളതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. और इन वर्षों में आज भारत और पाकिस्तान के रास्ते साफ साफ अलग दिख रहे हैं. अगर पाकिस्तान अपने घटिया मंसूबे लेकर हमारी समृद्धि, हमारी प्रॉस्पेरिटी के रास्ते में रोड़ा लेकर आता है तो उसे करारा जवाब देने के लिए हमारी बहादुर सेनाएं बराबर तैयार बैठी हैं. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം എന്തും സാധിക്കും എന്ന് തെളിയിച്ചുവെന്നും സെമി കണ്ടക്ടറുകളിലൂടെയും ഡാറ്റാ സെന്ററുകളിലൂടെയും ഭാരതം മുന്നേറുന്നുവെന്നും പാകിസ്ഥാന്റെ മുന്നേറ്റം ഭീകരവാദത്തിൽ മാത്രമാണെന്നും പാക് സൈന്യം ഭീകരർക്ക് ഒപ്പം പ്രവർത്തിക്കുന്നുവെന്നും പാക് സർക്കാരിൻ്റെ ഭാഗമാണ് ഭീകരവാദമെന്നും ഭാരതം സാങ്കേതിക വിദ്യയിൽ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ പുതിയ നുഴഞ്ഞുകയറ്റ മാർഗങ്ങൾ കണ്ടെത്തുന്നുവെന്നും പരിഹസിച്ച പ്രതിരോധ മന്ത്രി രാജ്യസുരക്ഷയാണ് മോദി സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയെന്നും അതിർത്തികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതായും വലിയ മാറ്റങ്ങൾ വരുന്നുവെന്നും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ആധുനിക സേനയാണ് ഭാരതത്തിൻ്റേത്. വർത്തമാനകാല ഭാവി വെല്ലുവിളികളെ നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ധീരജ് സേത്ത് പറഞ്ഞു. ജനം, ഡൽഹി.